ഇത്ര ദിവസം ആള് കൂടി ഉണ്ടായിട്ട് പോകുമ്പോ രസം അല്ലേ? ഫോണില്ലല്ലോ, ഫോണില്ല, ഹോസ്പിറ്റലിൽ പോകുന്നല്ലേ, തിരിച്ചു വരും. അതൊക്കെ ഇട്ട് കല്ലുമ്മ കൊണ്ടിട്ട് അലക്കലാണ് പതിവ്. അത് നേരം വെളുത്താ ചിലപ്പോൾ ഉച്ച വരെ നൽകാനുള്ള തുണികൾ അതിന് മാത്രം എന്ത് തുണി എവിടെ ഉള്ളത്? അതൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ വാഷിംഗ് മെഷീൻ കൊണ്ടുപോകാൻ വേണ്ടി ചേട്ടൻ വന്നിട്ടുണ്ട്. സ്ക്രാച്ച് ചെയ്യാണ്ടിരിക്കാൻ പണിയാൻ പറ്റുള്ളൂ. സാധനം നല്ല ഹെവിയല്ലേ, ടയർമെന്തെങ്കിലും പണിയുള്ളൂ. എന്തെങ്കിലും സ്റ്റാച്ച് പറയാൻ പറ്റില്ല, കാരണം സർവീസ് ചെയ്യുന്നേ പൂർണ്ണമായിട്ട്. നമ്മുടെ വാഷിംഗ് മെഷീൻ പോവാണ് സുഹൃത്തുക്കളെ, മാറ്റാനായിട്ട്. വാഷിംഗ് മെഷീൻ മാറ്റാനല്ല, വാഷിംഗ് മെഷീന്റെ ആ ഒരു ഷാഫ്റ്റ് മാറ്റാനായിട്ട് സ്റ്റീലാക്കാൻ പോവാം. ഓക്കെ, ഇത്ര ദിവസം ആള് കൂടി ഉണ്ടായിട്ട് പോകുമ്പോ രസം അല്ലേ? ഫോണില്ലല്ലോ, ഫോണില്ല, ഹോസ്പിറ്റലിൽ പോകുന്നല്ലേ, തിരിച്ചു വരും. ആ ചേട്ടൻ വന്നേ, മാളയിലുള്ള കടയിലെ ചേട്ടനാണ്. അപ്പൊ ആ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു അതിന്റെ ഷാഫ്റ്റ് നോർമൽ കാഡ്മിയം എന്നിട്ടാ സാധനം വേറൊരു മെറ്റലാണ്. അപ്പൊ അതാണ് ഈ ദ്രവിച്ചു പോകുന്നത്. അപ്പൊ സ്റ്റീൽ നമ്മള് വീഡിയോ ഇട്ട് പോയി അതിന്റെ അടിയിൽ കുറെ കമന്റും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റീലാക്കിയിട്ടുണ്ടെങ്കിൽ കുറെ നാൾ നിൽക്കുന്നു പറഞ്ഞു. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു സ്റ്റീലാക്കി തരാം, 6000 രൂപ ചെലവ് വരുന്നു തോന്നുന്നു. സ്റ്റീലാക്കി അതിന്റെ ബെയറിങ് അതുപോലെ അതിന്റെ ഷോക്കുകൾ എല്ലാം ചേഞ്ച് ചെയ്തൊക്കെ പുതിയതാക്കി തന്നെയാണ്. അപ്പം ഒക്കെ കൂടി ചെയ്ത് തരാൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നാളെ പറ്റുമെങ്കിൽ മാക്സിമം സ്പീഡിൽ തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നാളെ തരാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നീണ്ടു പോവായിരിക്കും, അറിയില്ല. എന്തായാലും ഇവിടെ പെരുന്നാളാണ്, അതിന് മുമ്പ് തുണികൾ അലക്കി തീരണം. എന്തായാലും അല്ല, ഇവ 2-3 ദിവസമായിട്ട് തുണി കഴിക്കില്ല. വേണ്ട, എന്നോട് ചവിട്ടിക്കൂട്ടി തരാം, ബക്കറ്റിലിട്ട് തരാം. ചവിട്ടിക്കൂട്ടാൻ മാത്രമുള്ള ചെളിയൊന്നും ഇല്ല. ചവിട്ടിക്കൂട്ടലേ നോർമൽ ഇവിടെയുള്ള പെണ്ണുങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. പ്രവാസിയായിരുന്നു അവർക്ക് ചവിട്ടിക്കൂട്ടലായിരുന്നു ഒരു ദുഃഖകരമായ പ്രവാസി ജീവിതം, അല്ലെങ്കിൽ കഷ്ടപ്പാടുള്ള പ്രവാസി ജീവിതം അഭിനയിച്ചവർക്ക് അറിയാൻ പറ്റും അവിടുത്തെ വാഷിംഗ് മെഷീൻ എന്തായിരുന്നു എന്നുള്ളത്. ബക്കറ്റിൽ ഡ്രസ്സ് എടുത്ത് ഇടുക, കാലുകൊണ്ട് സോപ്പ് കൂടിയിട്ട് ചവിട്ടി കുറെ നേരം ചവിട്ടി കൂട്ടി ചെളിയൊക്കെ ഉണ്ടാവൂലേ പണിയൊക്കെ കഴിഞ്ഞിട്ട്. ഞാനത് ചെയ്തു തരാന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ അതിന് മാത്രം ചെടിയില്ല. പിന്നെ എന്നോട് എല്ലാം ചവിട്ടിക്കൂട്ടിയൊക്കെ തരാമെന്ന്. വേണ്ട, ഞാൻ കൈ കൊണ്ട് കഴിക്കോളാം. എന്തായാലും ഇച്ചിരി വയറൊക്കെ ഒന്ന് പോട്ടെ. അല്ല, ചവിട്ടിക്കൂട്ടി തരാം, അതല്ല ഞാൻ ചെയ്തോളാം. എന്നെ എപ്പോഴെങ്കിലും പറ്റാണെങ്കിൽ സഹായിച്ചാൽ മതി, അല്ലെങ്കിൽ കഴിക്കോളാം. നോക്കിയാൽ മതി, അത് പൊട്ടി പോട്ടാ. അപ്പൊ ഇവിടെ നനയ്ക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വേഗം ഒന്ന് കഴുകാൻ നോക്കട്ടെ. ചേട്ടൻ നനച്ചിട്ട് വന്നിട്ട് വേണമെങ്കിൽ പോവാൻ. സ്റ്റീവൻ ഞാൻ എഴുന്നേച്ചാലോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കണേ. ശരിക്കും പൊട്ടിയാ? ഇത് 3-ാമത്തെ പ്രാവശ്യം നമ്മൾ പൊട്ടണേ. ഇത് പിടിച്ചാ ഈ ചെടി? ആ, മൊത്തത്തിലൊരു എനർജി ഇല്ല ചെടിക്ക്. മോട്ടർ അടിക്കാനാണോ? ആ വാൽവ് തിരിക്കണമായിരിക്കും. അടയ്ക്കുക. ഓക്കെ, വാൽവുകളൊക്കെ എവിടെയാണോ? ആ, ഓക്കെ, ശരിയല്ലേ? ഇവിടെയും കൂടെ ഒന്ന് ഇച്ചിരി കൂടി, ഈ സൈഡൊക്കെ ഇച്ചിരി കൂടി വെള്ളം നടിച്ചിരുന്നു കേട്ടോ. അവിടെ ഭയങ്കര പൊടി, എന്തൊരു പെട്ടെന്ന് പൊടി വരണേ. റോഡ് സൈഡിലൊക്കെ വീടുകളിലൊക്കെ അവസ്ഥ ആലോചിക്ക്.
എന്തോരം പൊടിയായിരിക്കും. ഇതിപ്പോ ഞാൻ നനച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ കുറച്ച് എന്നാലും നനച്ചിട്ടോ, വണ്ടികൾ പോകുമേ. ഇത് ഇവിടെ കണ്ട ഭയങ്കര പൊടിയാ. ഇതൊക്കെ പെട്ടെന്ന് വലിഞ്ഞു പോകുന്നേ. വെള്ളം ഒഴിച്ചിട്ടോ കുറച്ച്. ചെടിയാവില്ലേ വഴി കൂടെ നടന്നവർക്ക്. ശരി. അല്ല ഇവിടെ ഇച്ചിരി നല്ലോണം വെള്ളം ഒഴിക്കണം കേട്ടാ. അക്ക കിളി എന്തിനാണോ പിന്നെ പറ്റിയാലോ. ചേട്ടന്റെ ഇഷ്ടം. അത് കഴുകി കളയാൻ പറ്റണെങ്കിൽ അത് ചെയ്താ മതി. പെയിന്റ് ഉണ്ടോ അവിടെ? പെയിന്റ് ഇവിടെ ഇല്ലല്ലോ. ഇവർക്കല്ല അധികം വെള്ളം വേണ്ടെന്ന് പറഞ്ഞ ചേട്ടൻ. ചേട്ടൻ എന്താ വെള്ളം ഒഴിക്കണേ? അല്ല, വീട്ടിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ചേട്ടൻ വെള്ളം ഒഴിക്കണ്ടല്ലോ. മുറ്റടിച്ചിട്ടില്ല. ഇതും കൂടി അവിടെ എടുത്ത് വെക്കുന്നത് പിന്നെ ഇവർ സെപ്പറേറ്റ് എടുത്ത് വെച്ചാണ്. വെയിൽ വിളിക്കാൻ വേണ്ടി വെച്ചോ. പാവം വീടു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എത്ര നാളായി? കുറെ ദിവസമായില്ലേ? ഒരു വാഷിംഗ് മെഷീൻ പണി പഠിക്കൊണ്ടുള്ള പണികളെ. ഇന്നലെ രാവിലെ തുണി എനിക്ക് തുണി വരയ്ക്കാനുള്ള ബ്രഷ് വേണം. അല്ലടേ, അപ്പൊ എന്റെ വെള്ള ഷർട്ടൊക്കെ നീ എങ്ങനെ കഴുകാറ്? കൈ കൊണ്ട് വെറുതെ വരച്ച് കഴുകുമോ? അല്ല, പണ്ടൊക്കെ അമ്മയൊക്കെ ഈ സാധനം വെച്ച് ഉരയ്ക്കനാണ് കോളറിന്റെ അവിടെ ഇട്ടിങ്ങനെ. അല്ല, എന്നാലും കോളറിന്റെ അവിടെ അഴുക്ക് വരുമല്ലോ. ശരിയുണ്ടോ? ഇപ്പൊ ഷർട്ടുമേന്ന് അങ്ങനെ കറുത്ത കളർ അധികം കാണാറില്ല. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ യൂണിഫോം ക്രീമും നീലയായിരുന്നു. നീല ട്രൗസറോ പാൻറ്റോ, ഞാൻ ട്രൗസറായിരുന്നു. ക്രീം ഷർട്ടും. അപ്പോൾ ഈ ക്രീം ഷർട്ടിൻ്റെ കോളറിൻ്റെ അവിടെ ഇങ്ങനെ കറുത്ത കളർ വരും. ഇങ്ങനെ ഒരു ചിലപ്പോൾ കുളിക്കാത്തതുകൊണ്ടായിരിക്കും. എന്നിട്ടായാലും ഇവിടെ ഇങ്ങനെ കറുത്ത കളർ വരും. കളിക്കുമ്പോൾ വിയർപ്പ് വന്നിട്ട് അങ്ങനെയൊക്കെ അവിടെ പെട്ടെന്ന് ചെളി പിടിക്കും. പിന്നെ ആകെ 2 യൂണിഫോമാണ്ടേ ഉള്ളൂ. ഇതെല്ലാം ദിവസം ഇട്ടിട്ട് പോകണ്ടേ. അപ്പം അങ്ങനെ ചെളി വരുന്നതാണ്. ഇവിടെ എലി ചേച്ചിയുടെ വീടിൻ്റെ പിന്നിലൊരു പ്ലാവുണ്ട്. ആ പ്ലാവുമ്പോൾ അതേ ചക്ക ഉണ്ടായി തുടങ്ങി. പക്ഷേ അത് എന്തിനും ഉപയോഗിക്കുന്നതാണെന്നൊരു പിടുത്തമില്ല. ഇത് കണ്ടോ, ഈ ഇലകളുടെ തുമ്പത്തൊക്കെ ഈ സാധനം ഇങ്ങനെ ഉണ്ടായി കിടക്കണം. എൻ്റെ പേര് ഞാൻ മറന്നു. എന്തുട്ടായതുകൊണ്ട് ഇതിൻ്റെ പേര്? ആത്തച്ചക്കയല്ല, അയിനിപ്ലാവ് എന്നാണ് പറയണേ. പക്ഷേ ഈ ചക്ക എന്തിനും ഉപയോഗിക്കണേന്ന് ആർക്കെങ്കിലും അറിയുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ. കയ്യെത്താത്ത ദൂരത്ത് നിൽക്കണം, ഭയങ്കര മുകളിൽ. ഞങ്ങൾ വാഷിംഗ് മെഷീൻ മേടിച്ച സമയത്ത്, അതായത് കല്യാണം കഴിഞ്ഞ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നില്ല. ഇല്ലില്ല, ഞങ്ങളൊക്കെ അലക്കല്ലേ മേൽക്കാറ്. അപ്പോൾ വാഷിംഗ് മെഷീൻ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഓപ്പറേഷൻ ഉണ്ടല്ലോ, എങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ ഡയറിയിൽ എഴുതി അതന്നെ, അത് അമ്മയ്ക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളിങ്ങനെ ഇലക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് സൗദിക്ക് വന്ന സമയത്ത് അത്ര ദിവസം വരെ ഞാനായിരുന്നു ഓപ്പറേഷൻ. അത് കഴിഞ്ഞ അമ്മയെ. അപ്പൊ അമ്മ ഓപ്പറേറ്റ് ചെയ്ത സമയത്ത് അമ്മ ബുക്കിലിങ്ങനെ എഴുതി വയ്ക്കും, ഓൺ ബട്ടൺ ഞെക്കുക, അത് ഇവിടെ അമർത്തുക, അടിപൊളി. ആ ബുക്കൊക്കെ അവിടെ പോയാവോ? അത് വെള്ളപ്പൊക്കത്തിന് പോയി. ആ മെഷീനെ വെള്ളപ്പൊക്കത്തിന് ചീത്തിയാ നമ്മുടെ. ശരിയാ. അമ്മോളെ ചോദിച്ചതിന്റെ മെമ്മറീസ് ചിലപ്പോൾ പറഞ്ഞുതരും. ഇപ്പൊ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അപ്പൊ എന്തായാലും അതൊരു ഇതായിരുന്നു. അതെല്ലാം ഇങ്ങനെ എഴുതി വെക്കായിരുന്നു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഞാൻ അടുത്ത ബക്കറ്റ് എടുക്കട്ടെ കേട്ടാ. മിഡു ഇപ്പൊ തന്നെ പറഞ്ഞേ, പണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ വാഷിംഗ് മെഷീനൊക്കെ മേടിച്ചപ്പോൾ അമ്മ ഭയങ്കര എഴുത്തും കുത്തൊക്കെ ആയിരുന്നു. എന്തൊക്കെ ചെയ്യണ്ടേ, എങ്ങനെയൊക്കെ ചെയ്യണ്ടേന്നൊക്കെ. വല്ലതും ഉള്ളതാണോ? അതൊക്കെ ഉള്ളതാണ്, ഒന്നും ഇല്ലാത്തല്ല. എനിക്ക് വാഷിംഗ് മെഷീനൊന്നും ഉണ്ടായിരുന്നില്ല. കല്ലുമ്മ എനിക്കല്ല, നമുക്ക് എന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീനൊന്നും ഇല്ല. നമ്മുടെ അലക്കുകല്ല്, നമ്മുടെ സോപ്പ് പൊടി, നമ്മുടെ ഒര ബ്രഷ്, അതൊക്കെ ഇട്ട് കല്ലുമ്മ കൊണ്ടിട്ട് അലക്കലാണ് പതിവ്. അത് നേരം വെളുത്താൽ ചിലപ്പോൾ ഉച്ച വരെ നൽകാനുള്ള തുണികൾ. അതിന് മാത്രം എന്ത് തുണി എവിടെയുള്ള? അതൊക്കെ ഉണ്ടാവാറുണ്ട് എല്ലാവരുടെയും 2-3. പിന്നെ രാവിലെ ഉച്ച വരെ അലക്കാനുള്ള തുണി തലക്ക് ഷോപ്പോ? അതൊക്കെ ഉണ്ടാവാറുണ്ട്, ഉണ്ടായിട്ടുമുണ്ട്. വെറുതെ പറഞ്ഞ അമ്മ.
അത്ര ഒന്നും ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലേക്ക് അലക്കണം. ആ ചിലപ്പോ ആ അങ്ങനെ പറ. എന്തായാലും അപ്പൊ അത് കൊണ്ടുകഴിഞ്ഞപ്പോ ഇത് എവിടെ സ്വിച്ച് ഇട്ടാല, എവിടെ ഇടണ്ടേ, എങ്ങനെ അലക്കണ്ടേ, എങ്ങനെ എന്തായിരുന്നു ആദ്യമായിട്ട് വാഷിംഗ് മെഷീൻ വന്നപ്പോൾ? ആഘോഷമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മുടെ ഒരു ജോലിയോട് കുറഞ്ഞു. ആ അതെ, അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാ. പെണ്ണുങ്ങൾക്ക് വേണ്ട ഒരു ഉപകരണമാണ് അത്. പക്ഷെ അത് മേടിക്കാനൊന്ന് കഴിവില്ല, വഴിയില്ല. അപ്പം കല്ലുമ്പോൾ തന്നെ പിന്നെ അതിൻ്റെ ഉപയോഗം അത്രയ്ക്കാനിടെ എല്ലാവരും മനസ്സിലാക്കണില്ല. നമ്മളെടുക്കണ ബുദ്ധിമുട്ടുകൾ എല്ലാവരും അറിഞ്ഞാലല്ലേ എന്തെങ്കിലും ആവട്ടെ. ഇത്തിരി വിസ്കി കൂട്ടി എന്നാലും അന്ന് സാധിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു മെഷീൻ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. അത് ആദ്യത്തെ മെഷീൻ എന്ന് പറയുന്നത് LGയുടെ ഓട്ടോമാറ്റിക് മെഷീൻ ആയിരുന്നു കേട്ടോ, മോളില് ടോപ്പ് ലോഡ്. അപ്പൊ അതിൽ കുറെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഒരു ഇച്ചിരി ഇതായിരുന്നു. എന്ന് വെച്ചാൽ സിമ്പിളായിരുന്നു മറ്റേനേക്കാളും. മറ്റേ വാഷിംഗ് മെഷീൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തുണി എടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി തരണം. ഇതിൽ നമുക്ക് വെറുതെ തുണി അങ്ങോട്ട് ഇട്ടാൽ മതിയായിരുന്നല്ലോ. പക്ഷെ ഇട്ടാ മതിയായിരുന്നു. പക്ഷെ അത് ആദ്യമായിട്ടൊന്ന് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ഇത് ബുദ്ധിമുട്ട്. അത് പിന്നെ അമ്മ ഇങ്ങോട്ട് മെയിൻ ആളായി വാഷിംഗ് മെഷീന്റെ. കണ്ണടച്ചമ്മ വർക്ക് ചെയ്യും. അതെന്ത് കാര്യം നമ്മൾ പഠിച്ചു കഴിയുമ്പോ സിമ്പിളാവും. സിമ്പിളാണ്. അപ്പോഴേക്കും വയ്യാണ്ടൊക്കെ ആയിപ്പോയില്ലേ. പിന്നെ ഞാൻ അലക്കാറില്ല. അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ ആൾക്കാർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ പ്രിപ്പറേഷനൊക്കെ ഒന്ന് ചെയ്യണ്ടേ. അത് ഓണാക്കണം, ഓഫാക്കണം, അവിടം വരെ പോകാൻ പറ്റാണ്ടായില്ലേ. അത് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഡ്രസ്സൊക്കെ അലക്കി കിട്ടണല്ലേ. അലക്കി കിട്ടണ്ട ദൈവം. അപ്പൊ പിന്നെ അതല്ല ഏറ്റവും നല്ലത്. ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനേക്കാളും സൂപ്പർ മെഷീനല്ലേ വർക്ക് ചെയ്തോണ്ടിരിക്കണേ. അവിടെ അലക്കലും വീട്ട് ഉറച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ മെഷീൻ കേടായ കാരണം. അത് ഇമ്പളലക്കാണ്ടിരിക്കണേ. അത് അത്ര സുഖല്ല. പക്ഷെ നിവർത്തിയില്ലാണ്ട് വരുമ്പോ സൂഹിക്കാണ്ട് പറ്റില്ലല്ലോ. മുമ്പ് കഷ്ടപ്പെട്ടതിന് ഇപ്പൊ സൂഹിക്കാൻ അവസരം തന്നേക്കെന്തായിരിക്കും ആയിരിക്കും. അപ്പൊ സൂഹിക്കണം. അങ്ങനെ സൂഹിച്ച് കഴിച്ചു വിട്ടണ്. അല്ലാണ്ട് എന്തിട്ട് ചെയ്യപ്പോ വേറെ ഒന്നും പറയാതെ പറ്റില്ലല്ലോ. എനിക്ക് സുഖം അത്ര സന്തോഷം കിട്ടണില്ല. എനിക്ക് നടന്ന് നമുക്ക് വേണ്ടിയ കാര്യങ്ങളെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിഞ്ഞ് ആഗ്രഹമുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ സുഖം. അതിന് പറ്റാണ്ട് നമ്മൾ കൈകെട്ടി ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങുക, അതിനൊന്നും ഞാൻ സുഖം കണ്ടെത്തുന്ന ആളല്ല. പിന്നെ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ ഇങ്ങനെ ആക്കി. അപ്പം അങ്ങനെ അതിൽ പിന്നെ സന്തോഷിക്കാണ്ട് പറ്റില്ലല്ലോ. അതാണ് എല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടി വിചാരിച്ചിട്ട് അങ്ങോട്ട് ചിരിക്കുക. ചിരിക്കട്ടെ. വരുന്ന ഈ ആഴ്ച ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളാണ്. വരുന്ന ആഴ്ച ഈ ആഴ്ച. ഈ ആഴ്ച അമ്പഴക്കാട് പള്ളിയിൽ നിങ്ങളെല്ലാവരെയും പള്ളിയിലേക്ക് ക്ഷണിച്ചേക്കണ്. പള്ളിയിലേക്കാണ് ക്ഷണിക്കണേട്ടാ, നോട്ട് ചെയ്യണം, വീട്ടിലേക്കല്ല. നമ്മൾ ഇത്ര ആൾക്കാരെ വീട്ടിൽ വന്ന് എന്തിട്ട് ചെയ്യാല്ലേ. അതന്നെ എല്ലാവരും പള്ളിയിൽ വരാം. അമ്പ് പെരുന്നാളിൽ പങ്കുകൊള്ള, പ്രാർത്ഥിക്കുക. അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പുണ്യാളന്റെ കൂടുതൽ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും വർഷിക്കാൻ ഞാനും പ്രാർത്ഥിച്ചോളാം. അമ്മ എല്ലാവരും പെരുന്നാളൊക്കെ ക്ഷണിച്ചു. എല്ലാവരോടും പെരുന്നാളിനൊക്കെ വരാൻ പറഞ്ഞു. അല്ല ലാസ്റ്റ് ഒരു കൂട്ടിച്ചേർക്കില്ല, എല്ലാവരും പള്ളിയിലേക്ക് വന്നോളൂ. വീഡിയോ അവസാനിപ്പിക്കാം. അതെ. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ശിഷ്യം. ബാക്കി ശിഷ്യം കരുത്തേക്കാം. ബൈ ബൈ.